എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, എല്ലാവർക്കും ശ്രീധരിയം ചാനലിലേക്ക് സ്വാഗതം. പതിവ് പോലെ ശ്രീധരിയം ചാനലിലെ ആസ്ട്രോ ചാനൽസ് അല്ലാതെ മെഡിക്കൽ അസ്ട്രോളജിയെപ്പറ്റി പറയാൻ പല പ്രേക്ഷകരും ആഗ്രഹിച്ചതിനാൽ ഞാൻ മെഡിക്കൽ അസ്ട്രോളജിയെപ്പറ്റി ചെറിയ രീതിയിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്ന ചില കൂട്ടുകളെ പറ്റിയാണ്. കൂട്ടുകളല്ല, ചില ഔഷധങ്ങളെ പറ്റിയാണ്. അതിനുശേഷം നമ്മൾ ഈ ഔഷധങ്ങളും അസ്ട്രോളജിയും സംബന്ധമായി എന്ത് ബന്ധമുണ്ടെന്നും അത് പിന്നീട് ഏതൊക്കെ രാശികളിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുവെന്നും ഓരോ ദിവസങ്ങളായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പം നമുക്ക് ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമായ മഞ്ഞളിനെ പറ്റി പറയാം. മഞ്ഞളെന്ന് പറഞ്ഞാൽ അസ്ട്രോളജിയിൽ അതൊന്ന് ഗുരുവിനെ കാണിക്കുന്നു. ഞാനത് പ്രത്യേകം പറയട്ടെ, കാരണം ഗുരുവിൽ നിന്ന് തുടങ്ങാം, അതല്ലേ നല്ലത്. ശരി, മഞ്ഞളിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മഞ്ഞൾ, അതായത് കുർക്കുമ ലോങ്ക, ആയുർവേദത്തിലും സിദ്ധ ചികിത്സയിലും പ്രചുരമായി ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. കുർക്കുമിൻ എന്ന സജീവ ഘടകം ഇതിൻ്റെ പ്രധാന ഔഷധ ഗുണങ്ങൾ നൽകുന്നു. മെയിനായിട്ട് നമ്മളിതൊക്കെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വേദനകൾ കുറയ്ക്കാനും അണുബാധ കുറയ്ക്കാനും മഞ്ഞൾ ഉപയോഗിക്കുന്നു. അസ്ഥി, മജ്ജ, സന്ധിവാതം, മസിലുകൾക്കുള്ള വേദന എന്നിവയിൽ ആശ്വാസം നൽകാൻ ഈ മഞ്ഞൾ വളരെ ഉപയോഗപ്രദമാണ്. ശരീരത്തിലെ മുറിവുകൾ, പൊള്ളലുകൾ എന്നിവയ്ക്ക് പ്രകൃതിദത്തമായ ഒരു മരുന്നുമാണ് മഞ്ഞൾ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധമാണ് മഞ്ഞൾ. എല്ലാവർക്കും അറിയാം, കൊറോണ സമയത്തൊക്കെ പറയുമായിരുന്നു മഞ്ഞൾ തിളപ്പിച്ച് മഞ്ഞളിൻ്റെ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പാലിൽ ചേർത്ത് കഴിക്കാൻ പറയും. അതിപ്പോഴും പറയും. എല്ലാവരും സാധാരണ പഴയ നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. പാലിൽ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിച്ചാൽ അത് കൊളസ്ട്രോളിനെ കുറയ്ക്കും. കൊളസ്ട്രോൾ കുറയ്ക്കുക മാത്രമല്ല, ശരീരത്തെ അനാവശ്യമായ വൈറസ് ബാക്ടീരിയകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ സന്ധിപ്പനി, ചുമ, ജലദോഷം എന്നിവ അടിക്കടി ഉണ്ടാകത്തില്ല. നമുക്ക് ശരീരത്തിൽ കുറച്ച് നല്ല പ്രതിരോധ ശക്തി കിട്ടും. അതുമാത്രമല്ല, ഇത് നമ്മുടെ ശരീരത്തിന് നല്ലൊരു ജീർണശക്തി ഈ മഞ്ഞൾ കൊണ്ട് പ്രയോജനമാണ്. മഞ്ഞൾ ഈ പൊടി ഞാൻ പറഞ്ഞില്ലേ, ഈ കോമ്പിനേഷൻ പാലിൽ ഒരു സ്പൂൺ മഞ്ഞൾ, കാൽ സ്പൂൺ മതി, കാൽ സ്പൂൺ മഞ്ഞൾ ചേർത്ത് ദിവസവും കഴിക്കുകയാണെങ്കിൽ അത് ആമാശയത്തിലെ അമ്ലത്വം കുറയ്ക്കുന്നു. വയറുവേദന, ഗ്യാസ്, അജീർണം എന്നിവയ്ക്ക് ഒരു ചെറിയ പരിഹാരം തന്നെയാണിത്. പിന്നെ ഇത് കരളിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കരളിലെ വിഷാംശങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. പലതരത്തിലുള്ള ടോക്സിക്, നമ്മുടെ ഫുഡിലൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ടോക്സിസിറ്റി ഇല്ലേ, ഇപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൽ പകുതിയും നമുക്കറിയാം അഡൾട്രേഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ തരത്തിലുള്ള മിക്സിംഗ് ആണ് അല്ലേ. വിഷമുള്ള ഈവൻ ക്യാൻസർ ഉണ്ടാക്കാവുന്ന മരുന്ന് ചില ഇത് വരയ്ക്കും ചേർക്കും, കീടനാശിനികൾ വരെ ചേരുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ കരളിനെ രക്ഷിക്കാൻ, കരളാണല്ലോ ഇതിനെയൊക്കെ ശുദ്ധീകരിക്കുന്ന ഫാക്ടറി, അതിനെ രക്ഷിക്കാൻ ഒരു പരിധി വരെ മഞ്ഞളിന് സഹായിക്കാൻ പറ്റും. അതുപോലെ ഫാറ്റി ലിവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഫാറ്റി ലിവർ കുറയ്ക്കാനും ഇത് വളരെ ഉപയോഗമാണ്. രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും ഇത് വളരെ ഉപയോഗമാണ്. അതുപോലെ ഇൻസുലിൻ ഉൽപ്പാദനം ശരീരത്തിൽ മെച്ചപ്പെടുന്നു. അതുകൊണ്ട് ഡയബറ്റീസിന് ഒരു സിദ്ധ ഔഷധമെന്ന് പറയാം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാനും കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. ഹൃദയാഘാതം, അർബുദം തുടങ്ങിയവ തടയാനും ഇത് ഉപയോഗിക്കുന്നു. പിന്നെ നമ്മുടെ മെമ്മറി, അതായത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും അൽഷിമേഴ്സ് രോഗം തടയുകയും ചെയ്യുന്നു എന്ന് നമ്മുടെ ഇപ്പം ഇത് പല തരത്തിൽ പുതിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും നമ്മുടെ ആധുനിക മെഡിക്കൽ, അതായത് അലോപ്പതി മെഡിസിൻസും സമ്മതിക്കുന്ന കാര്യമാണിത് കേട്ടോ. അതുപോലെ നമുക്കറിയാം, ചർമ്മ സംരക്ഷണത്തിന് നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു കാരണമാണ് മുഖക്കുരു, ചെളിവുകൾ ഇതൊക്കെ മാറാനായിട്ട് മഞ്ഞപ്പൊടി, തേൻ, ചന്ദനം, പാല് എന്നിവയൊക്കെ ചേർത്ത് ഒരു മിക്സ് ഉണ്ടാക്കി
പണ്ട് പോലും നമ്മുടെ അമ്മമാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അതുപോലെ അർബുദത്തിന് അർബുദ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ് മഞ്ഞൾ. കാച്ചിയ പാലിൽ മഞ്ഞൾ ചേർത്ത് ചുമ, ജലദോഷം, വയറുവേദന, ശരീരവേദന എന്നിവയ്ക്ക് കുടിക്കാവുന്നതാണ്. രണ്ടാമത്, മഞ്ഞളും തേനും തൊണ്ടവേദനയ്ക്കും ചുമയ്ക്കും ഒരു സിദ്ധ ഔഷധമാണ്. മഞ്ഞളും വെളിച്ചെണ്ണയും മുറിവുകൾക്ക് പെട്ടെന്ന് ഉണങ്ങാനായിട്ട്, ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ മഞ്ഞളും തേനും കൂടി ചേർത്ത് കുഴച്ച് തേച്ചാൽ മതി. അങ്ങനെ മഞ്ഞൾ നമ്മൾ ദിവസവും, സുഹൃത്തുക്കളെ, മഞ്ഞൾ ദിവസവും നമ്മൾ പറ്റുമെങ്കിൽ പാലിൽ ഒരു സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 1/4 സ്പൂണ്, 1/2 സ്പൂണ്, വൈകുന്നേരം ഒരു 1/2 സ്പൂണ് പാലിൽ ചേർത്ത് കഴിച്ചാൽ ഇത് തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കും. അതുമൂലം ബ്ലഡ് പ്രഷർ കുറയ്ക്കും, ക്യാൻസർ ബാധ ഉണ്ടാകില്ല, നല്ല പ്രതിരോധ ശക്തി ശരീരത്തിനുണ്ടാക്കി തരും. അതേസമയം വൈറസ്, അതുപോലുള്ള ബാക്ടീരിയ ഇതിൻ്റെയൊക്കെ ആക്രമണത്തിൽ നിന്ന് ശരീരത്തെ രക്ഷിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാം. മഞ്ഞളിന് വേറെ ഒരു ആസ്ട്രോളജിക്കലി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് ഗുരുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗുരുവിൻ്റേതായിട്ടുള്ള ഏത് തരത്തിലുള്ള ദോഷങ്ങളും കുറയ്ക്കാനും അസ്ട്രോളജിക്കലി മഞ്ഞൾ ഉപയോഗിക്കാം. നന്ദി, നമസ്കാരം. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഷെയറും എനിക്ക് വളരെ ആവശ്യമുള്ളതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ, എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതുമൂലം എത്രയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമോ അത്രയും എല്ലാവർക്കും പ്രയോജനപ്പെടാനും നിങ്ങളും ഒരു കാരണമാകട്ടെ. നമസ്കാരം.